മീൻ കൊത്തി മീൻ വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ഫാക്ടറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻപിടുത്തമാണ്, തന്നെ നാടൻ മീൻപിടുത്തം. അതാണ് നമ്മുടെ ചൂണ്ട. ഈ ഒരു കുഴിയിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. ഇതിൽ എപ്പോഴും മീനുണ്ട്. ഇപ്പോൾ അത്യാവശ്യം മുഷി, വരാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച്. പിന്നെ കാരി കുറച്ച് കാണുമായിരിക്കും. അതാണ് ഈ കിണറ്റിലെ ഒരവസ്ഥ. ഇതിൽ മീൻ വരുന്നതെന്ന് പറയുമ്പോഴത്തേനും ഈ പറമ്പിൽ കൂടെ മഴക്കാലത്ത് വെള്ളം കയറുമ്പം വരുന്നതാണ്. ഇപ്പോൾ അവിടെ ഒരു അനക്കം കണ്ടില്ല, അതൊരു മീനാണ്. മീനുകളിടയ്ക്ക് ടോപ്പിൽ പൊങ്ങി വരും. യെസ്, ഇവിടെ ഒരു വരാലിപ്പോൾ പൊങ്ങി നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റില്ല ക്ലിയറായിട്ട്. നമുക്കപ്പോൾ മണ്ണിരയാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. നമ്മൾ ഇരവിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരം പിടിച്ചുകൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കാം. കിട്ടി. ഇതാ ഒരു ഇരത്തെ കിട്ടി അങ്ങനെ. അപ്പോൾ ഇത് വെച്ച് നമുക്കിടാം. അപ്പോൾ അത് വാടാ, കിട്ടിയില്ല. ഞാൻ ഇപ്പോൾ ഇടാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത് മീൻ കാര്യം പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇരം കിട്ടി, ഒരെണ്ണം കിട്ടി. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ടേ കുറച്ച് പാടായിരുന്നു. അത് ഞാൻ കെട്ടിയെടുത്തോളാം, എൻ്റെ അടുത്തുണ്ട്. കൊളുത്ത് കുറച്ചും കൂടെ ചെറുത് മേടിക്കട്ടെ. അടുത്ത ദിവസം മേടിക്കും. അല്ലടാ, നൂല് ചുമ്മാ ഇരിക്കുക. ഞാൻ അന്ന് മേടിച്ച ബ്രൈഡ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ആ ചൂണ്ട ഇടാൻ പോവാണ്ടോ. ചൂണ്ട നമുക്ക് സെൻറ്ററിൽ ഇടാം അല്ലേ. കിട്ടൂ. ഇപ്പോൾ ഈ കുഴിയിലെ വെള്ളം ഓളം വെട്ടണല്ലോ, അത് മീൻ വന്ന് മറിയണേ കേട്ടോ. പെട്ടെന്ന് വന്നിട്ടൊരു മറിഞ്ഞിട്ട് പോക്കായിരിക്കും. ഫ്ലും. പക്ഷെ കൂടുതലും മറിച്ചിലേ ഉണ്ടാവുള്ളൂ, കിട്ടൽ വളരെ കുറവായിരിക്കും. അതെ, ഇപ്പോൾ ചൂണ്ടയുടെ കീഴിലൊരെണ്ണം വരുകയും ചെയ്തു. ചൂണ്ടയിലൊന്ന് പയ്യെ കൊത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കൊത്തി എടുത്തുകൊണ്ട് പോകാനൊക്കെ ഇച്ചിരി വിഷമമാണ് ഇതിനകത്ത്. ചിലപ്പോൾ ഒരൊറ്റ പോക്ക് പോണ കാണാം. അതെ, അന്നേരം കിട്ടിയ ഒരു കിട്ടല. ഒന്നാമത് ഈ നാടൻ മുഷി കിട്ടാനില്ല. അങ്ങനെ ഇത് റെയർ സംഭവമായി പോകും. അങ്ങനെ ഇപ്പോൾ മീൻ കൊത്തി വലിച്ചുകൊണ്ട് നടക്കണ്ട കേട്ടോ. മീൻ വലിച്ചുകൊണ്ട് നടക്കണ്ട്. യെസ്, ചെറിയൊരു വരാലാണ് കിട്ടിയത്. യെസ്, കണ്ട, ചെറിയൊരു വരാൽ. കുറേ നേരത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ്. അതുകൊണ്ട് ചെറുതാണെങ്കിലും കുഞ്ഞിതാ. എന്താണ് ചെറിയൊരു വരണ്ട. കൊളുത്ത് ശരിക്കും പുള്ളി വിഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ നമുക്ക് തിരിച്ചു വിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വിടായിരുന്നു. ശരിക്കും പുള്ളി വിഴുങ്ങി. നല്ല രീതിയിൽ പരിക്ക് പറ്റും എന്താണേലും എടുക്കുമ്പോൾ. ഒരുപാട് പണിപ്പെട്ടാണ് ഈ കൊളുത്തെടുത്ത്. ഒരു രക്ഷയില്ല, വയറ്റിൽ പോയ കൊളുത്ത. തവളയൊക്കെ വിഴുങ്ങി. മീനിൻ്റെ വായിന്ന് കൊളുത്തെടുത്ത് നമ്മുടെ ഭാര്യയാണ്. ബിഹാരി പേരനായിരുന്നു അബ്ദുൽ ഖാദർ ബിഹാരിയാണ്. ഇത് നല്ല മീൻ. ബിഹാരി എടുത്തു. ബിഹാരിക്ക് നമ്മൾ ആ മീനെ കൊടുത്തു വിട്ടു. ഇത് നമ്മുടെ ബിഹാരിയും ഒരു ചൂണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ടങ്കീസല്ലേ അത്? ഒരു മീനേ കിട്ടിയുള്ളൂ. 2 മണിക്കൂർ ഇരുന്നു അല്ലേ? അതൊക്കെ പിന്നെ അങ്ങനെയാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കിണറിൻ്റെ കരയിലുണ്ടല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാത്തതുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഇരിക്കും 9 to 6 മണി 6:30. ശരിയാ, എന്തോരം ദിവസങ്ങളുണ്ട്. നേരത്തെ കുറേ മുമ്പ് ചുമ്മാ വന്നിരിക്കുക.
ഈ ബ്യാരി ചുമ്മാ പ്രോയാട്ടോ. നമുക്ക് അതായത് ഫുള്ള് അതിനകത്ത് കൊടുത്തല്ലേ, വള്ളിയിലേക്ക് കയറ്റി കൊടുത്തു. എന്നാണേലും മീനെ കിട്ടുമെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ കൂടുതൽ ചൂണ്ടയൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പരിപാടി. ഇപ്പം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഇല്ലേ? ഒരെണ്ണത്തിൽ ചാക്ക് നൂല്, 2 എണ്ണത്തിൽ ടങ്കീസ്, ഒരെണ്ണത്തിൽ ബ്രൈഡ്. ആ ചാക്ക് നൂലിൽ അവർക്ക് അത് കൂടുതൽ കിട്ടിയ. പിന്നെ എല്ലാവരും പോയി, ഞാൻ തന്നെ ഉള്ളൂ. കട്ട വെയിറ്റിംഗ് ആണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊത്തും. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ മീനിങ്ങനെ മറിഞ്ഞുകൊണ്ടേ ഇരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ. അപ്പോൾ ആ മറിച്ചിൽ കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നത്തില്ല. അവിടെ കൂട്ടമാണ്. അതെ, അവിടെ മുഴിക്കൂട്ടം. ഇപ്പോൾ ഒന്ന് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ. ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നത്. അപ്പൊ കൊത്തില്ല. ശരിയാ, അതില് കാര്യമുണ്ട്. അനുഭവം ഗുരു. തമാശയായിട്ട് പറഞ്ഞാലും കാര്യമുണ്ട് അതിനകത്ത്. കിങ്ങിണി, അമ്പാടി. അപ്പോൾ കുറേ നേരം നമ്മൾ നോക്കി. അങ്ങനെ മീൻപിടുത്തം ഇപ്പോൾ തൽക്കാലം നിർത്താൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്യുക. ചെറിയൊരു വരാലാണ് കിട്ടിയത്. ഒരുപാട് പണിപ്പെട്ടാണ് കൊളുത്തെടുത്തേ.